നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇത് സാധിച്ചു തരാൻ പോവാ. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ആണോ? ഇല്ലയോ? സത്യമായിട്ടോ? ഞാൻ കരുതാൻ വണ്ടിയൊക്കെ. ഏത് സ്കൂളിലാ? നവമിയിലാണോ? ഈയിടയ്ക്ക് എന്നെ സന്ദീപ് ഭാഷൻ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു അങ്ങോട്ട് വാ വണ്ടിയൊക്കെ പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് തരാമെന്ന്. സന്ദീപ് ഭാഷാനല്ല പഠിപ്പിക്കുന്നത്. പിന്നെ ആരാ? അനിലാശാൻ. അതാരാ? ജേ നിങ്ങളത് തന്നെ പഠിപ്പിക്കുന്നേ? ഇത് നിങ്ങൾക്കൊക്കെ പഠിപ്പിക്കാനൊക്കെ അറിയാവോ? നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പേ ഈ വണ്ടിയെ കുറിച്ചും ഈ ഡ്രൈവിങ്ങിനെ കുറിച്ചും ഒക്കെ ഏകദേശം ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. അതൊക്കെ എനിക്കറിയാം. എനിക്ക് സന്ദീപ് ഭാഷനെ കണ്ടപ്പോ സന്ദീപ് ഭാഷ എനിക്ക് പറഞ്ഞു തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ. അതല്ലേ പറഞ്ഞു മറിക്കും. ഇത് ഓണും ഇത് ഓഫും. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതെന്താ പറയാ, ഇത് ആക്സിലേറ്റർ, ഇത് ഫ്രണ്ട് ബ്രേക്ക്, ഇത് ബാക്ക് ബ്രേക്ക്. ഇതൊക്കെ എനിക്കറിയാം. എന്താ നോക്കുന്നത്? ക്ലച്ച് എന്ത്? ഈ സ്കൂട്ടറിൽ ക്ലച്ച് ഇല്ല, ഗിയർ ഉള്ള വണ്ടിക്കേ ഉള്ളു ക്ലച്ച്. അയ്യേ, ക്ലച്ചും ഗിയറും ഒന്നും ഇല്ലാത്ത വണ്ടി കൊള്ളാവോ? അപ്പൊ വണ്ടിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായല്ലോ. ധാരണയായി. പിന്നെ സന്ദീപ് ഭാഷ പറഞ്ഞാൽ നമ്മുടെ സർക്കാർ നിയമപ്രകാരം 21 ദിവസം വണ്ടി ഓടിക്കാൻ കിട്ടുന്നത്. അത് 10 മണിക്കൂർ നമുക്ക് വണ്ടി ഓടിക്കാൻ കിട്ടുന്നുള്ളൂ. ഇനി 10 മണിക്കൂറൊന്നും വേണ്ട, 2 മണിക്കൂർ മതി. നിന്നെ പഠിപ്പിച്ച് എക്സ്പെർട്ട് ആക്കി തരാം. എന്നിട്ട് നീ വണ്ടി ഓടിച്ച് സന്ദീപ് ഭാഷന്റെ അടുത്ത് എന്ന് പറയുക, ആശാനെ ഞാൻ എക്സ്പെർട്ടായി, ലൈസൻസിങ് എടുത്തു തരാം. നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ബിസിനസ് ചെയ്ത് അതൊന്നും ക്ലച്ച് ഓടിക്കാത്ത എന്താണെന്നറിയാവോ? ഈ സ്കൂട്ടറിന് നടക്കുന്നുണ്ടോ? ഈ സ്കൂട്ടറിന് ക്ലച്ച് ഇല്ലല്ലോ. സന്ദീപ് ഭാഷന്റെ അടുത്ത് തന്നെ പോകുന്നതന്നല്ലേ. അപ്പൊ നമുക്ക് നാളെ രാവിലെ ഡ്രൈവിംഗ് പഠിത്തം കഴിയോ? നിർത്തി ഇവിടെ നിർത്തി. ആയതൂടെ ദക്ഷിണ വെച്ചത് ആർക്ക്? മൂർത്തിക്ക്. ദക്ഷിണാമൂർത്തി. ആശാന ദക്ഷിണയില്ല. ഇവിടെ ആകുമ്പോ ഒരുപാട് നാണയം വെച്ചാൽ മതിയല്ലോ. ഈ ബുദ്ധി നമുക്ക് നേരത്തെ എന്താ തോന്നാൻ? നീ എന്നെ പഠിച്ചതല്ലോ. ഓരോന്നിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലേ ഏട്ടാ. സമയമാകുമ്പോഴേ അത് വണ്ടി വിളിച്ചെങ്കിൽ വന്നോളൂ. സ്റ്റാർട്ട് ചെയ്തു. ഈ വണ്ടി കേടായെന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ആവുന്നില്ല. ഇല്ലോണ്ട് ബ്രേക്ക് പിടിച്ചോണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഇങ്ങനെ പതുക്കെ കൈ കൊടുക്കുക. കാലെടുത്ത് വെള്ളോട്ട് വെച്ചു. വെച്ചോ. നേരെ മുമ്പോട്ട് നോക്കണം. താഴെ തന്നെ നോക്കുന്നേ. നേരെ നോക്ക്. ഓക്കെ ആയല്ലോ. ഇനിയിപ്പൊ തന്നെ അവിടെ പോയിട്ട് രാവും. പിന്നെന്താ? പോട്ടെ. ചേട്ടാ പോയവളെ കാണുന്നില്ലല്ലോ. ഒരു ലിഫ്റ്റ് കൊടുത്തത്. ഒരു ലിഫ്റ്റ്. സന്ദീപ് ഭാഷാന്റെ ലൈസൻസ് മേടിച്ചിട്ട് വരാവേ. ചേട്ടാ, ഇതുവരെ ഒരു പെൺകുട്ടി ഒരു സ്കൂട്ടറിൽ 2 പേരെ വെച്ച് പോകുന്നുണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല സാറേ. എന്തുവായിരുന്നു സാറേ? ഞങ്ങൾ അപ്പുറത്തെ ചെക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവള് ഹെൽമെറ്റും ധരിച്ചിട്ടില്ല, ട്രിപ്പിളുമാണ്. കൈ കാണിച്ച് വണ്ടി നിർത്തി. പക്ഷേ ലൈസൻസ് എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ വണ്ടി വിട്ടങ്ങ് പോകുമായിരുന്നു. അല്ല, അങ്ങ് ദൂരെ പോയി കാണുമല്ലോ സാറേ. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? സാരമില്ല, വണ്ടി നമ്പർ SI സാർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അനിൽകുമാറിൻ്റെ പേരിലാണ് വണ്ടി. ചെറിയ വല്ല പറ്റി കാണത്തുള്ളായിരിക്കും അല്ലേ? കുറഞ്ഞതൊരു 25,000 രൂപയെങ്കിലും പറ്റിയാവും. അവൻ്റെ ചീട്ട് ഇന്ന് കീറും. ദക്ഷിണാമൂർത്തി. കുഴപ്പമില്ല ചേട്ടാ, വീട് എനിക്ക് മനസ്സിലായി. വിളിച്ചോളാം. ഓക്കെ. ഓരോന്നിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലേ ഏട്ടാ. സമയമാകുമ്പോഴേ അത് വണ്ടി വിളിച്ചെങ്കിൽ വന്നോളൂ.